ചില സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ ആ സിനിമയിലെ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ആ ഒരു സിനിമയോ കൂടെ പോരും. അങ്ങനെയുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു രേഖാചിത്രം. ഈ ഒരു വർഷം വളരെയധികം കാത്തിരുന്ന മൂവീസിൽ ഒന്നുകൂടിയാണത്. ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണറിൽ നിന്നുകൊണ്ട് എന്താണോ അവർക്ക് ഓഫർ ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണി എന്ന് വെച്ചാൽ അത് നല്ല വൃത്തിക്ക് തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് ആസിഫ് അലി, അനശ്വര രാജൻ ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. രണ്ടുപേരും ആ ഒരു ക്യാരക്ടേഴ്സിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലുള്ള ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ആ ഒരു സിനിമയുടെ ആ ഒരു ജേണിയിൽ നമുക്ക് പലയിടത്തും അവരായിട്ട് ഒരുപാടായിട്ട് ഇമോഷണൽ കണക്ഷൻ നമുക്ക് കൊണ്ടുവരുന്ന ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. എവിടെയാണ് എന്താണ് കാണുന്ന പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചെടുത്തേണ്ടതും ഇമോഷണലി വളരെയധികം ആ ഒരു ഇമേഴ്സ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റ്സ് നല്ല വൃത്തിക്ക് എഴുതി വെക്കാനായിട്ട് സാധിച്ചു. എല്ലാ സൈഡ് കൊണ്ടും അല്ലെങ്കിൽ ഇതിലത്തെ ലീഡിങ് കാസ്റ്റിൻ്റെ പെർഫോമൻസും മറ്റുള്ള ആൾക്കാരുടെ പെർഫോമൻസും മൊത്തത്തിലുള്ള ആ ഒരു എക്സിക്യൂഷനും എല്ലാം കൊണ്ട് തന്നെ മനസ്സ് നിറച്ച നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു രേഖാചിത്രം. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.